بسم الله الرحمن الرحيم. ومن آياته الجوار في البحر كالأعلام إن يشأ يسكن الريح فيظللن رواكد على ظهره إن في ذلك لآيات لكل صبار شكور أو يوبقهن بما كسبوا ويعفو عن كثير ويعلم الذين يجادلون في آياتنا ما لهم من محيص. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1693 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹിൽ ജവാരി ഫിൽ ബഹരി കൽഅഅലാം ഇൻ യശഅ യുസ്കിനിർ റീഹ ഫയദ്ലൽന റവാകിദ അലാ ദഹ്രി إن في ذلك لآيات لكل صبار شكور أو يوبقهن بما كسبوا ويعفو عن كثير ويعلم الذين يجادلون في آياتنا ما لهم من محيص. صدق الله العلي العظيم. സൂറത്ത് ശൂറയിലെ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 12 ദിവസങ്ങളായി നമ്മൾ സൂറത്ത് ശൂറയിൽ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ അല്ലാഹു വളരെ ശ്രദ്ധേയങ്ങളായ ചില കാര്യങ്ങളാണ് വിശേഷിച്ച് മക്കയിലെ അഭിസംബോധിതരായ ആളുകളുടെ ആ സാഹചര്യവും പശ്ചാത്തലവും പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ചില നിലപാടുകളും നയങ്ങളും ഒക്കെ പ്രസക്തമാവുന്നത്, അവയുടെ യുക്തിതലം ശ്രദ്ധേയമാവുന്നത് എങ്ങനെയാണ് എന്നത് വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുകയുണ്ടായത്. അതോടൊപ്പം തന്നെ ചില ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഈ അഭിസംബോധിതരായ സമൂഹത്തിന്റെ ആലോചന ചില കാര്യങ്ങളിൽ പതിയേണ്ടതിനു വേണ്ടി ചില ദൈവിക പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഈ ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലും അടങ്ങിയിട്ടുള്ളത് അതുപോലെ ഒരു ദൃഷ്ടാന്തം, അള്ളാഹുവിനെ അവർക്ക് എല്ലാ നിലക്കും ബോധ്യപ്പെടാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ചില പ്രതിഭാസങ്ങൾ അവരുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ കാണുന്ന ചിലത് അവരെ കേൾപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ വിഭവ വിതരണത്തിലുള്ള മനുഷ്യർക്ക് ആവശ്യമായ അവരുടെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ റിസ്ക് നൽകുന്നതിന്റെ അള്ളാഹു പിന്തുടർന്നു വരുന്ന നിലപാട്, അക്കാര്യത്തിലുള്ള അള്ളാഹുവിന്റെ നയം, അതിന്റെ യുക്തിപരത ഒക്കെ വെളിപ്പെടുത്തുകയായിരുന്നു. നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ 27-ാമത്തെ ആയത്തിന്റെ ആ തുടക്കം മുതൽ അള്ളാഹു വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അള്ളാഹു തന്റെ ദാസന്മാർക്ക് കയ്യയച്ച് വിശാല മനസ്കതയോടുകൂടി വിഭവങ്ങൾ അങ്ങ് ചൊരിഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർദ്, അവര് ഭൂമിയിൽ വലിയ കലാപകാരികളായി കുഴപ്പകാരികളായി മാറുമായിരുന്നു
എന്നാൽ അള്ളാഹു ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ചില കണക്കും പരിമാണവും ഒക്കെ ഉള്ള വിധത്തിലാണ് അവ നൽകുന്നത് എന്നതാണ് തുടർന്ന് വിശദീകരിക്കുകയുണ്ടായത്. അതുപോലെ മഴ വർഷിപ്പിച്ച് കൊടുക്കുന്നത് അവരിൽ നിന്ന് മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള ആ നിരാശയും വിഷമവും പ്രയാസവും ഒക്കെ വെളിപ്പെടുന്ന വിധത്തിലുള്ള തേട്ടം അവരിൽ നിന്നുണ്ടാകുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം എന്നുള്ള നിലക്ക് മഴ ഇറക്കി കൊടുക്കുകയും അതിലൂടെ അവന്റെ റഹ്മത്ത് പലരിലേക്കുമായി അല്ലെങ്കിൽ വലിയൊരു മേഖലയിലേക്കായിട്ട് വ്യാപിപ്പിച്ചു കൊടുക്കുന്ന കാര്യവും അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായി. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ അതുപോലെ അവയിൽ അള്ളാഹു വ്യാപിപ്പിച്ചിട്ടുള്ള ജീവജാലങ്ങളുടെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഈ ജീവജാലങ്ങളെയൊക്കെയും അത് വാനലോകത്തെ വിവിധ ഗോളങ്ങളിലുള്ളവയാണെങ്കിലും ഭൂമുഖത്തുള്ള മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളാണെങ്കിലും ഇവയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹുവിന് തീർച്ചയായിട്ടും സാധിക്കും എന്നതാണ് അള്ളാഹു വ്യക്തമാക്കിയത്. അതിനെ തുടർന്ന് മക്കയിലെ പ്രതിയോഗികളായ ആളുകൾ നേരിട്ടുകൊണ്ടിരുന്ന അവരുടെ ക്ഷാമവും വരൾച്ചയും ഒക്കെ അടങ്ങിയ ആ പ്രതിസന്ധിയുടെ കാര്യം മുൻനിർത്തിക്കൊണ്ടാവണം അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. നിങ്ങൾ ഒരു മുസീബത്ത്, ഒരു വിപത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കരങ്ങൾ കാരണമായിട്ട് തന്നെ ഉള്ളതാണ്. എല്ലാ കാരണങ്ങൾക്കും അള്ളാഹു ആ വിധത്തില് വിപത്ത് അവർക്ക് ശിക്ഷയായിട്ടോ അല്ലെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കലായിട്ടോ ഒന്നും നൽകുന്നില്ല. എല്ലാ വീഴ്ചകളെയും അള്ളാഹു ആ നിലക്ക് അവർക്ക് ഒരു തിരിച്ചടിയായിട്ട് നൽകുന്നില്ല. പലതും അവൻ വിട്ടുവീഴ്ച ചെയ്യുകയാണ് എന്ന കാര്യം കൂടി അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഭൂമുഖത്ത് നിഗളിപ്പ് കാണിച്ചത് കൊണ്ടൊന്നും അള്ളാഹുവിനെ പരാജയപ്പെടുത്തി കളയാൻ അല്ലെങ്കിൽ അവർക്ക് അജയ്യരായിട്ട് മുന്നേറിക്കളയാനൊന്നും കഴിയുകയില്ല എന്നുകൂടി അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇതൊക്കെ സമാന സ്വഭാവമുള്ള ഈ ആളുകളിൽ വളരെ മൗലികമായ ചിന്ത ഉണർത്തുന്ന, ജീവിതത്തിന്റെ എത്ര ഡെലിക്കേറ്റ് ആയ ഒരു തലത്തിലാണ് അവരൊക്കെയും നിലകൊള്ളുന്നത്, എന്തുമാത്രം അവർ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിന്റെ നിലപാടുകളെയും തീരുമാനങ്ങളെയും ആശ്രയിച്ചാണ് ഉള്ളത് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ആയത്തുകൾ, 32 ആയത്ത് മുതൽ 35 വരെയുള്ള ആയത്തുകൾ വരുന്നത്. വമിൻ ആയാത്തിഹി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വമിൻ ആയാത്തിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അവന്റെ ദൈവിക പ്രതിഭാസങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സമാനമായ ഒരു ശൈലിയിൽ ആവർത്തിച്ച് വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ട് വിവരണം നടത്തുന്ന മറ്റൊരു സന്ദർഭം സൂറത്ത് റൂമിൽ നമ്മൾ നേരത്തെ കാണുകയുണ്ടായിട്ടുണ്ട്. അവിടെയും ദൈവിക പ്രതിഭാസങ്ങളായിട്ട് ചില സംഗതികൾ അല്ലാഹു ഉയർത്തി കാണിക്കുകയാണ്. മനുഷ്യരെ ചിന്തയുള്ളവരും കാര്യങ്ങളെക്കുറിച്ച് മൗലികമായി മനസ്സിലാക്കുന്നവരും ഒക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ആ ദൈവിക ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രതിഭാസങ്ങളെ അള്ളാഹു ഉയർത്തി കാണിക്കുന്നത്. ഇവിടെ വമിൻ ആയാത്തിഹി എന്ന് തുടങ്ങിക്കൊണ്ട് അള്ളാഹു പറയുന്നത് അൽ ജവാരി ഫിൽ ബഹരി കൽ അഅലാം എന്നാണ് പറയുന്നത്. അൽ ജവാർ എന്ന് പറഞ്ഞ ജാരിയത്ത് എന്ന വാക്കിന്റെ ബഹുവചനാണ്. കപ്പലുകളാണ് ഉദ്ദേശം. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് കടലില് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, ചലിച്ചു നീങ്ങുന്ന കപ്പലുകൾ. മനുഷ്യരായിരിക്കും അത് നിർമ്മിച്ചിട്ടുണ്ടാവുക, സംശയമൊന്നുമില്ല. പക്ഷെ അത് ഒരു ദൈവിക പ്രതിഭാസമാണ്. നേരത്തെ നൂഹ് അലൈഹിസ്സലാമിന് കപ്പൽ നിർമ്മാണത്തിന് വേണ്ട മാർഗദർശനം നൽകിയ കാര്യം പരാമർശിച്ച് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയതാണ്. ജലോപരിതലത്തില് മനുഷ്യന് വളരെ ഭാരമേറിയ ചരക്കുകളുമായിട്ട്
സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം സാധ്യമാണ് എന്നത് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തെ ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ ഒരിക്കലും തന്നെ മനുഷ്യന് അങ്ങനെ ഒരു വാഹനം, കടലില് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനം പ്രയോഗതലത്തിൽ കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. അപ്പോ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഇങ്ങനെ ഒരു സാധ്യത മനുഷ്യന് രൂപപ്പെട്ടു വന്നത്. അൽ ജവാരി ഫിൽ ബഹർ, സമുദ്രത്തിലെ കപ്പലുകൾ. സമുദ്രത്തിലെ കപ്പലുകൾ എല്ലാവർക്കും വിസ്മയം തന്നെയാണ്. കരയിൽ നിന്ന് കപ്പല് നോക്കി നിൽക്കാതെ അതിന്റെ ചലന രീതിയും അതിന്റെ ആ ചലനം ആ പ്രത്യേകമായ ഒരു പശ്ചാത്തലത്തിലൂടെ അതങ്ങ് കടന്നു പോകുമ്പോഴുള്ള അതിന്റെ ആ കാഴ്ച ഭംഗിയും ഒക്കെ നോക്കി നിൽക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത് ഒരു കൗതുകം തന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. മനുഷ്യന്റെ ആലോചനയും ഭാവനയും ഒക്കെ ചേർന്ന് വന്ന് അവന്റെ സാങ്കേതിക പരിജ്ഞാനം ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കപ്പലുകളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നും സംശയമില്ല. പക്ഷെ ഇതൊക്കെയും തന്നെ മനുഷ്യ മനസ്സിൽ ഒരാശയമായിട്ടും അതിന്റെ പ്രായോഗിക രൂപമായിട്ടും അതിനു വേണ്ട സാങ്കേതിക വിദ്യയായിട്ടും ഒക്കെ രൂപപ്പെടുന്നത് ദൈവികാസൂത്രണത്തിന്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹു എന്ന അസ്തിത്വത്തെ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാത്ത ആളുകൾ മാത്രമേ അതിനെ നിസ്സാരമായിട്ട് കാണുകയുള്ളൂ, അല്ലെങ്കിൽ അതിനെ ദൈവികമല്ല എന്ന നിലക്കൊക്കെ പറയാൻ മുതിരുകയുള്ളൂ. എന്തായാലും ഇവിടെ അള്ളാഹു പറയുന്നത് സമുദ്രത്തിലെ കപ്പലുകൾ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നാണ്. എന്നിട്ട് അതിനെ ഉപമിക്കുകയാണ് കൽ അലാം എന്ന് പറഞ്ഞുകൊണ്ട്. സമുദ്രത്തിലെ കപ്പലുകൾ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഏതുപോലെയാണ് ആ കപ്പലുകൾ? കൽ അലാം, വലിയ പൊക്കമുള്ള പർവ്വതങ്ങൾ പോലെയുള്ള കപ്പലുകൾ. വളരെയേറെ ഭാരമുള്ള ചരക്കുകളുമായിട്ടാണ് കപ്പലുകൾ സമുദ്രത്തിന്റെ ഉപരിതലത്തിലൂടെ നീങ്ങുന്നത്. അത് വെള്ളത്തിലേക്ക് അണ്ടുപോകുന്നില്ല, കപ്പൽ മുങ്ങിപ്പോകുന്നില്ല. മനുഷ്യന് സാധാരണഗതിയിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും കൂടുതൽ ഭാരം കടലിലൂടെ വളരെ ചെറിയ ഒരു മെക്കാനിക്കൽ സംവിധാനം, ചലിപ്പിക്കാനുള്ള യന്ത്രത്തിന്റെ ഒക്കെ സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പടുകൂറ്റൻ കപ്പലുകൾ പ്രവർത്തിപ്പിക്കുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അങ്ങനെയുള്ള യന്ത്ര സംവിധാനങ്ങളൊന്നുമില്ല. അതില്ലാതെ തന്നെയും പായ ഉപയോഗപ്പെടുത്തിയും അതുപോലെ തുഴയുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയുമായിട്ട് ചെറിയൊരു ഇനീഷ്യേഷൻ ഉണ്ടായിക്കൊണ്ട് ഈ കപ്പലിനെ ചലിപ്പിക്കുന്നതും കപ്പല് മുന്നോട്ട് നീങ്ങുന്നതും ഒക്കെ അതില് അടങ്ങിയിട്ടുള്ള ഭാരം വെച്ച് നോക്കുമ്പോൾ, അതിലെ ചരക്കുകളുടെ ഭാരം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു നിലക്കും പ്രപ്പോർഷനേറ്റ് അല്ല എന്നത് മനസ്സിലാവും. കുറഞ്ഞൊരു ഒരു തള്ളലാണ് അതിന്റെ ചലനത്തിന് ആവശ്യമായിട്ടുള്ളത്. പറയുമ്പോൾ അതിന്റെ ഭാരം, അത്രയും ഭാരം കരയിലൂടെ ചലിപ്പിക്കണമെങ്കിൽ വലിയ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും ഈ കപ്പൽ എന്നത് ഒരു വലിയ കൗതുകം തന്നെയാണ്. അതിന്റെ വിദൂരതയിൽ നിന്നുള്ള ദൃശ്യം എന്ന നിലക്ക് അതിനെ അനുഭവിക്കുമ്പോൾ നമ്മൾ അതിനെ തല ഉയർത്തി നിൽക്കുന്ന വളരെ ഉയരമുള്ള പർവ്വതങ്ങൾ പോലെ കാഴ്ചയിൽ നമുക്ക് അനുഭവപ്പെടും. ഈ താരതമ്യം വളരെ പരിമിതമായ ഒരു തലത്തിൽ മാത്രം മാച്ച് ചെയ്യുന്ന ഒരു താരതമ്യമല്ല യഥാർത്ഥത്തിൽ. വലിയ സാധ്യതകൾ ഈ മെറ്റഫർ വികസിപ്പിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പ്രേരണ ലഭിക്കുന്നുണ്ട്. കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ കാഴ്ചയിൽ അവ വലിയ പർവ്വതങ്ങൾ പോലെ. അപ്പൊ അതിന്റെ ഒരുപാട് ആകാരപരമായ സാദൃശ്യം ഏതായാലും ഉണ്ട്. ഏത് പർവ്വതവും അതിന്റെ ഒരു ഉച്ചിസ്ഥാനം
വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. ഇരുവശങ്ങളിലേക്കുമായിട്ട് അതങ്ങനെ മെലിഞ്ഞ് ചെറുതായി കുറഞ്ഞു വരുന്നത് നമുക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയും. അതുപോലെ ഏത് പർവ്വതത്തിനും വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചന പ്രകാരവും പിന്നെ പിൽക്കാലത്ത് ശാസ്ത്രം വെളിപ്പെടുത്തിയ നിലക്കും അതിന്റെ മണ്ണിനടിയിലേക്ക് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മണ്ണിനടിയിലേക്ക് ഭൂമിക്കടിയിലേക്ക് വലിയ ഒരു ഭാഗം ആണ്ടുകിടക്കുന്നുണ്ട്. ഈ ഭൂമിയുടെ ഉപരിതലത്തില് ഒരു പർവ്വതം അങ്ങനെ തല ഉയർത്തി ഉറച്ചു നിൽക്കുന്നത് അത് ഒരു ആണിക്കല്ല് പോലെ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ മുകൾ ഭാഗം ഉപരിതലത്തിലുള്ള ഭാഗം മാത്രമാണ് നമ്മൾ പർവ്വതം എന്ന നിലക്ക് കാണുന്നത്. ഭൂമിക്കടിയിലേക്ക് ആണ്ടുകിടക്കുന്ന അതിന്റെ വലിയ ഭാഗം ഒരുപക്ഷെ ഈ ഉപരിതലത്തിൽ കാണുന്നതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി അത് ഭൂമിക്കടിയിലേക്ക് അതുണ്ടാവും. ആ വിധത്തിലാണ് അതിന്റെ ഘടന. അപ്പോ ഒരു കപ്പലിനെ ഇവിടെ അള്ളാഹു ഈ പർവ്വതത്തോട് ഉപമിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അതിൽ സൂചിതമാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും പർവ്വതങ്ങളോട് സാദൃശ്യം തോന്നുന്ന വിധത്തിലുള്ള വലിയ പടുകൂറ്റൻ കപ്പലുകൾ സമുദ്രത്തിന്റെ ഉപരിതലത്തിലൂടെ അങ്ങനെ നീങ്ങുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ. പടച്ച തമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവന്റെ പ്രതിഭാസങ്ങളിൽ പെട്ട വളരെ വിസ്മയകരമായ ഒന്നായിട്ട് അള്ളാഹുവിടെ അതിനെ പരാമർശിക്കുകയാണ്. അപ്പോ ഒരുപക്ഷെ കപ്പൽ നിർമ്മാണം അതിന്റെ ഏറ്റവും നൂതനമായ രൂപത്തിലേക്ക് അതിനെ വികസിപ്പിച്ചെടുത്ത ആളുകൾ എങ്ങനെ അത് സാധ്യമായി എന്നത് അവരുടെ തന്നെ ആ പ്രവർത്തനത്തെ നോക്കി കണ്ടുകൊണ്ട് വിസ്മയിക്കുന്നുണ്ടാവും. കാരണം അത് അവരുടെ ആലോചനയിൽ പരിമിതപ്പെടുന്നതോ അല്ലെങ്കിൽ അവരുടെ ഭാവനയിൽ ഉൾക്കൊള്ളാൻ മാത്രം ചെറുതായിരുന്നതോ അല്ല അത്. അതിനേക്കാളൊക്കെ അതിന് പ്രായോഗിക തലത്തില് പ്രാധാന്യവും വ്യാപ്തിയും ഒക്കെ ഉള്ളത്. മനുഷ്യൻ അത്രത്തോളൊന്നും അതിന്റെ നിർമ്മാണത്തിന് മുതിരുമ്പോ അല്ലെങ്കിൽ അങ്ങനെ അതിനെ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി ഉദ്യമിച്ചപ്പോ ഒന്നും അതിനെ കുറിച്ച് അത്രത്തോളം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് വന്നത്, വികസിച്ചു വന്നത് അങ്ങനെ വളരെ വിസ്മയകരമായ ഒരു പ്രതിഭാസമായിക്കൊണ്ടാണ്. ഇന്നും അത് എത്ര തന്നെ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടുണ്ടെങ്കിലും കപ്പൽ നിർമ്മാണ മേഖല അനുദിനം അതിന്റെ നൂതനമായ പല സാധ്യതകളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ സാധ്യതകൾ ഇപ്പോ യുദ്ധത്തിൽ പോലും വലിയ സന്നാഹങ്ങൾക്കും അതുപോലെ യുദ്ധവിമാനങ്ങൾക്കും ഒക്കെ ഇടം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പടുകൂറ്റൻ കപ്പലുകൾ പ്രയോജനപ്പെടുത്തപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ആണ്ടുപോകാതെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു എന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരുപാട് സംഗതികൾ ലോഹം കൊണ്ടൊക്കെ ഉള്ളതായിരിക്കും. ലോഹം കൊണ്ടുള്ള ഒരുപാട് സംഗതികൾ കപ്പലിനകത്ത് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ കപ്പല് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ഇത്രയും രീതിയിൽ വലിയ ഭാരമുള്ള ഒരു സംവിധാനമായിട്ട് അതങ്ങ് ആണ്ടുപോകുന്നില്ല. ആ ലോഹമോ അതുപോലെയുള്ള സംഗതികളോ കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിച്ച മിക്ക സംഗതികളും ഒരുപക്ഷെ കടലിന്റെ ഉപരിതലത്തിൽ ഇട്ടാൽ ആണ്ടുപോകാനാണ് സാധ്യത. അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ചില സംഗതികൾ ഒഴിച്ചു നിർത്തിയാൽ മിക്കതും വെള്ളത്തിനടിയിലേക്ക് ആണ്ടുപോകുന്ന സ്വഭാവമുള്ള പ്രകൃതമുള്ള സംഗതികളാണ്. പക്ഷെ ഇതൊക്കെയും കപ്പലിന്റെ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തപ്പെട്ട് അതിഗംഭീരമായ പടുകൂറ്റൻ കപ്പലുകൾ ആയി അതിൽ വലിയ ഭാരമുള്ള ചരക്കുകൾ നിറച്ചാൽ പോലും സാധാരണഗതിയിൽ അത് ആണ്ടുപോവുകയോ വെള്ളത്തിൽ താഴ്ന്നു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ ഇത് വളരെ കൗതുകകരമായ ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. പർവ്വതങ്ങളെപ്പോലെ തല ഉയർത്തി നിൽക്കുന്ന കപ്പലുകൾ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നതാണ് ഇവിടെ പറയുന്ന കാര്യം. ഒരു സാദൃശ്യം എന്തായാലും ഈ പർവ്വതങ്ങളുമായിട്ട് കപ്പലുകൾക്കുണ്ട്.
അതതിന്റെ ഘടനാപരമായിട്ട് അതിന്റെ രൂപ സാദൃശ്യം എന്ന നിലക്ക് ഒക്കെ തന്നെ ആ ഒരു താരതമ്യം പ്രസക്തമാണ് എന്നത് കാണാൻ കഴിയും. എന്നിട്ട് അള്ളാഹു അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, ഈ യുസ്കിനിരീഹ, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കാറ്റിനെ അടക്കി നിർത്തുമായിരുന്നു, കാറ്റിനെ നിശ്ചലമാക്കുന്ന ഒരു നടപടി അവൻ ചെയ്യുമായിരുന്നു. യുസ്കിനിരീഹ എന്ന് പറഞ്ഞാൽ കാറ്റിന്, രീഹിന് സക്കീനത്തുള്ളതാക്കി മാറ്റും. കാറ്റ് അടിച്ചു വീശുന്ന ഒരു സംഗതി ഉണ്ടാകുമ്പോഴാണ് പഴയ കാലത്ത് കപ്പലിന്റെ ചലനം സാധ്യമായിരുന്നത്. ഇപ്പോ കാറ്റിനെ അത്രത്തോളം ആശ്രയിക്കാതെ തന്നെ കപ്പലിന്റെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളൊക്കെ ആയി. എന്നാലും കാറ്റ് പരിഗണിക്കാതെ കപ്പലിന്റെ ചലനം പ്രയാസകരമാണ്. ചിലപ്പോഴൊക്കെയെങ്കിലും കാറ്റിന്റെ ചില സാന്നിധ്യം അല്ലെങ്കിൽ അതിന്റെ ഗതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ കപ്പലിന് സഞ്ചരിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവും. പക്ഷെ പഴയ കാലത്ത് കാറ്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടായിരുന്നു കപ്പലിന്റെ ചലനം. അപ്പോ അള്ളാഹുവിടെ പറയുന്ന, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കാറ്റിനെ പിടിച്ചു കെട്ടിയ പോലെ നിശ്ചലമാക്കുവാൻ അവന് സാധിക്കും. അങ്ങനെ ആയാൽ അങ്ങനെ ആയാൽ ആ കപ്പലുകളൊക്കെയും തന്നെ ചലനമറ്റു നിൽക്കും. റവാഖിദായിട്ട്, റാഖിദ് എന്നുള്ളതിന്റെ ബഹുവചനാണ് റവാഖിദ് എന്നത്. റവാഖിദ് എന്ന് പറഞ്ഞാൽ ചലനമറ്റ ആഴിയുടെ മുകൾ പരപ്പില് അനക്കമില്ലാതെ നിന്നു പോകുന്ന ഒരു ഓബ്ജക്റ്റ്, ഒരു സംഗതി എന്നാണ് നൽകുന്ന സൂചന. അപ്പോ ഈ യുസ്കിനിരീഹ, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ കാറ്റിനെ നിശ്ചലതയുള്ളതാക്കി ചലനമറ്റതാക്കി മാറ്റുന്നു. അങ്ങനെ കാറ്റിനെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചലനമില്ലാതാക്കി കഴിഞ്ഞാൽ റവാഖിദ, അവയൊക്കെയും തന്നെ, ഈ കപ്പലുകളൊക്കെയും തന്നെ അങ്ങ് ഉറച്ചു നിന്നു പോവുകയാണ്, നിശ്ചലതയിൽ അങ്ങ് സ്ഥിരപ്പെട്ടു പോവുകയാണ്. ആ നിശ്ചലാവസ്ഥയിൽ കപ്പൽ അങ്ങനെ ബ്ലോക്കായി പോവുകയാണ്. അലാ ദഹരി, സമുദ്രത്തിന്റെ ഉപരിതലത്തിലായിട്ട്. അപ്പൊ ബഹറിന്റെ ഉപരിതലത്തിലായിട്ട് കപ്പൽ നിശ്ചലമായി ചലനമറ്റ് ഉറച്ചു നിന്നു പോകുന്ന ഒരു അവസ്ഥ സംജാതമാക്കുക എന്നത് കാറ്റിനെ നിയന്ത്രിച്ചുകൊണ്ട്, കാറ്റിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് അള്ളാഹുവിന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അള്ളാഹു കാറ്റിനെ അനുകൂലമാക്കിയത് കൊണ്ടാണ് കപ്പലിന്റെ സഞ്ചാരം സാധ്യമാവുന്നത്. ഇപ്പോ കാറ്റിനെ ആശ്രയിക്കാത്ത കപ്പലുകളും ഇങ്ങനെ ചില വിധത്തിലൊക്കെ പിടിച്ചു കെട്ടപ്പെടുന്നുണ്ട്. കടലിന്റെ ഉപരിതലത്തിലൂടെ അങ്ങനെ തലയെടുപ്പോടുകൂടി ഒരു പർവ്വതം പോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല് കാറ്റിനെ ആശ്രയിച്ചിട്ടല്ലാതെയാണ് അത് നീങ്ങുന്നതെങ്കിൽ പോലും അതിന്റെ ചലനത്തെ പിടിച്ചു കെട്ടിയ പോലെ നിയന്ത്രിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ കഴിയുന്ന പല സംഗതികളും ഉണ്ട് എന്നത് ഏറ്റവും ചുരുങ്ങിയത് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ കടലില് ഒന്നിനെയും വകവെക്കാതെ തലയെടുപ്പോടുകൂടി പർവ്വത സമാനമായ രീതിയിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പല് അള്ളാഹുവിന്റെ പല പ്രതിഭാസങ്ങളെയും ആശ്രയിച്ചുകൊണ്ടാണ് അതിന് ചലനാത്മകത നിലനിർത്താനും പ്രയോജനപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ചില നടപടികൾ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉണ്ടായാൽ അതിനെ പിടിച്ചു കെട്ടിയ പോലെ നിശ്ചലമായിട്ട് മാറും. അത് ഫയദുലൽന റവാഖിദ അലാ ലഹരി, സമുദ്രത്തിന്റെ ഉപരിതലത്തില് അവ നിശ്ചലതയുള്ളതായിട്ട് മാറുകയാണ്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായിട്ടും ഈ ഒരു കാര്യത്തിൽ ആയാത്തി, ദൈവിക ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ലികുല്ലി സബ്ബാരിൻ ഷക്കൂർ, കൃതജ്ഞത കാണിക്കുന്ന, സഹനം അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തില് വലിയ ഉൾക്കാഴ്ച നൽകുന്ന ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യൻ എന്തുമാത്രം ദൈവികമായി സഹായങ്ങൾ ലഭിക്കുന്നവനാണ്, അതുപോലെ എന്തുമാത്രം ദൈവിക സഹായങ്ങളെ മനുഷ്യൻ ആശ്രയിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ
ഈ കപ്പൽ എന്ന പ്രതിഭാസത്തിൽ നിന്ന് മാത്രമായിട്ട് തന്നെ മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കും. അത് മനസ്സിലാകണമെങ്കിൽ അല്പം സ്വബർ കാണിക്കാൻ, സഹനം കാണിക്കാൻ മനുഷ്യന് കഴിയും. അതുപോലെ ഒരല്പം കൃതജ്ഞതയുള്ള ഒരു മനസ്സും ഉണ്ടാകണം. സഹനവും കൃതജ്ഞതയും, ഈ രണ്ട് ക്വാളിറ്റീസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവിക പ്രതിഭാസത്തിൽ വലിയ കാര്യങ്ങൾ കണ്ടെത്താനും മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. മനുഷ്യന്റെ അവസ്ഥയെ, മനുഷ്യന്റെ പ്രെഡിക്കമെന്റിനെ കൃത്യമായി ബോധ്യപ്പെടാൻ, എന്തുമാത്രം അവൻ പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത് എന്നത് തിരിച്ചറിയാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനകരമാകുന്ന ഒരു കാഴ്ചയാണ് കടലിന്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ. അത് കാറ്റ് നിശ്ചലമാക്കപ്പെടുന്നതോടെ കപ്പലിന്റെ ചലനം നിയന്ത്രിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിർത്തിവെക്കപ്പെടുന്നു. എന്നിട്ട് പിന്നെ അത് കടലിന്റെ ഉപരിതലത്തിൽ അങ്ങ് കുറ്റിയടിച്ച പോലെ നിൽക്കുന്ന ഒരവസ്ഥയാണ് തുടർന്നുണ്ടാവുന്നത്. അപ്പോ ഈ ഒരു സംഗതിയിൽ കപ്പലിന്റെ അപ്പിയറൻസ്, അതിന്റെ രൂപം, സാദൃശ്യം, അതിന്റെ പ്രയോജനം, അതിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ, അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി കാറ്റിനെ നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ കപ്പല് നിശ്ചലമായി പോകുന്നു എന്നത്, ഇതിലൊക്കെ തന്നെയും മനുഷ്യനെ കണ്ണു തുറപ്പിക്കുന്ന വിധത്തിലുള്ള ചില ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മനുഷ്യൻ എന്തുമാത്രം തന്റെ സ്രഷ്ടാവായ റബ്ബിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത് എന്ന കാര്യം തിരിച്ചറിയാൻ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരല്പം സഹനവും ഒരല്പം കൃതജ്ഞതയുള്ള ഒരു നിലപാടും മാത്രമേ വേണ്ടതുള്ളൂ. അത് അത്രയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലടങ്ങിയിരിക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണാൻ സാധിക്കും. ഇതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അതല്ല, കപ്പലിനെ കാറ്റിനെ നിയന്ത്രിച്ചുകൊണ്ടല്ല നിശ്ചലമാക്കി നിർത്തിയ ഒരവസ്ഥയല്ല, മറ്റൊന്നാണ് ഉണ്ടാകുന്നത് എന്ന് വെക്കുക. ഔ യൂബിഖുഹുന്ന, അല്ലെങ്കിൽ അവയെ അവൻ നശിപ്പിച്ചു കളയുന്നു. കപ്പലുകൾ സമുദ്രത്തിൽ എത്രയോ തകർന്നു പോകുന്നുണ്ട്. എത്രയോ കപ്പലുകൾ വലിയ ടോൾ ക്ലെയിംസ് ഒക്കെ നടത്തി നീറ്റിലിറക്കിയ കപ്പലുകൾ ഒരു യാത്ര മുഴുമിപ്പിക്കാൻ പോലും കഴിയാതെ കന്യയാത്രയിൽ തന്നെ തകർന്നു പോയ സംഭവങ്ങളൊക്കെ ചരിത്രത്തിൽ വളരെയേറെ കാണാൻ കഴിയും. അപ്പോ ഈ ആയത്തുകള് ഈ മക്കയിലെ ആ സമൂഹത്തെ കേൾപ്പിക്കുന്ന ഘട്ടത്തില് യഥാർത്ഥത്തിൽ മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെ പ്രസക്തമായിരുന്നു. മക്കയിലെ ആളുകള് മുഖ്യമായിട്ടും വണിക്കുകളായിരുന്നു, വാണിജ്യ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന ആളുകളായിരുന്നു. വിദൂര ഇടങ്ങളിൽ നിന്ന് അവര് മനുഷ്യനാവശ്യമായ ചരക്കുകൾ ശേഖരിച്ച് കപ്പലിലൂടെ അവ കൊണ്ടുവന്ന് മക്കയിലെ കമ്പോളങ്ങളിൽ എത്തിക്കുകയും വിൽപ്പനയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവര് ഇതിനു വേണ്ടി വർഷത്തില് ഏറ്റവും ചുരുങ്ങിയത് 2 ദീർഘലക്ഷ്യങ്ങളിലേക്കുള്ള, വിദൂര ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രകൾ നടത്താറുണ്ടായിരുന്ന കാര്യവും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ചെങ്കടലിലൂടെയുള്ള അവരുടെ കപ്പൽ യാത്ര വളരെ അപകടം നിറഞ്ഞതും പലപ്പോഴും ദുരന്തമായി പര്യവസാനിക്കുന്നതും ഒക്കെയായ ഒരുപാട് സംഭവങ്ങൾ അവരുടെ കൺമുന്നിലുണ്ട്. ഈ ചെങ്കടൽ വളരെ അപകടം നിറഞ്ഞ ഒരു മേഖലയാണ്, സമുദ്ര മേഖലയാണ്. അവിടെ സമുദ്രത്തിനടിയിലെ പാറക്കെട്ടുകളിൽ ഇടിക്കാനിടയായിട്ട് കപ്പലുകൾ തകർന്നു പോവുക എന്നത് പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ചെങ്കടൽ വഴി കടന്നു പോകുന്ന ഈ കപ്പലുകളും അതിലെ യാത്രികരും ഈ സാധ്യത, തകർന്നു പോകാനുള്ള, നശിച്ചു പോകാനുള്ള, മരണത്തെ നേരിടാൻ കാരണമാവുന്ന വിധത്തിലുള്ള സംഭവങ്ങൾക്കൊക്കെ ഇപ്പോ കാറ്റിന്റെ നിയന്ത്രണത്തിലായിരുന്നത് കൊണ്ട് തന്നെ കപ്പലിന് ഉദ്ദേശിച്ച ദിശയിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അനുകൂലമായ കാറ്റല്ല, മറിച്ച് അവരുടെ നിയന്ത്രണത്തിൽ നിന്ന്
പുറത്തു പോകുന്ന വിധത്തിലുള്ള ശക്തമായ കാറ്റുണ്ടാവുകയും കപ്പലിന്റെ ഗതി മാറിപ്പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അത് എൻഡ് അപ്പ് ചെയ്യുന്നത് വലിയ പാറക്കെട്ടുകളിൽ ചെന്നിടിച്ചുകൊണ്ട് കപ്പൽ തകർന്നു പോയിക്കൊണ്ടൊക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങള് അപൂർവമോ വിരളമോ ഒന്നും ആയിരുന്നില്ല മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം. അത്തരം അനുഭവങ്ങളും ചരിത്ര സംഭവങ്ങളും ഒക്കെ ശരിക്കും ഓർമ്മയിലും ദൃഷ്ടിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൂടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഔ യൂബിഖുഹുന്ന, അവൻ അവയെ നശിപ്പിച്ചു കളയുന്നു എന്ന് വെക്കുക. സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകള് പാറക്കെട്ടിലോ മറ്റോ ഇടിച്ച് തകർന്നു പോകാൻ, അല്ലെങ്കിൽ ശക്തമായ കാറ്റില് ഗതി തിരിഞ്ഞുപോയി ദിശ തെറ്റി മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ച് നശിപ്പിക്കപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ബിമാ കസബു, അതൊക്കെയും അള്ളാഹു ബന്ധിപ്പിക്കുന്നത് അവരുടെ ചെയ്തികളിലേക്കാണ്. കപ്പലുകൾ തകരുന്നതിന് അവരുടെ പ്രവർത്തനങ്ങളുമായി അവരുടെ നിലപാടുകളുമായിട്ടൊക്കെ ബന്ധമുണ്ടാവും. അത് അവർക്ക് മനസ്സിലാവും. അള്ളാഹുവിന്റെ നടപടിയായിരുന്നു അത് എന്നത് അവർക്ക് ബോധ്യപ്പെടും. ആ വിധത്തില് അള്ളാഹു അവയെ നശിപ്പിക്കുക എന്നത് സംഭവിക്കാം. വയഅഫു അൻ കസീർ, എന്നാൽ മിക്കതും ഒട്ടേറെ സംഗതികൾ അവൻ വിട്ടുവീഴ്ച ചെയ്യുകയാണ്. അപൂർവമായിട്ടാണ് അള്ളാഹു ഈ ഭൗതിക ലോകത്ത് തന്നെ ഇടപെടൽ നടത്തിയിട്ട് ചിലരെ കപ്പൽ മുങ്ങി മരിക്കാനും വലിയ സമ്പത്ത് നാശം ഉണ്ടാകാനും ഒക്കെ കാരണമാകുന്ന നടപടികൾ ഉണ്ടാവുന്നത്. അത് അപൂർവമാണ്. വയഅഫു അൻ കസീർ, ഏറെ കാര്യങ്ങളിലും അവൻ വിട്ടുവീഴ്ച ചെയ്യുകയാണ്, അഫു ചെയ്യുകയാണ്. ഇനി അതല്ല, അവരുടെ ചെയ്തികൾ കാരണമായിട്ട് ആ കപ്പലുകൾ നശിപ്പിക്കപ്പെടാനും അവസരമുണ്ടായെന്ന് വരാം, അങ്ങനെയും ഉണ്ടാവാം. അതും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാവാം. അങ്ങനെ ആവുമ്പോ വയഅലമല്ലദീന യുജാദിലൂന ഫീ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾ അപ്പോൾ അവർക്ക് മനസ്സിലാകും മാ ലഹും മിൻ മഹീസ്, അവർക്ക് ഒരു രക്ഷാകേന്ദ്രവും ഇല്ല എന്നത്. പല സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അവരുടെ പല സുരക്ഷാ സംവിധാനങ്ങളും സുരക്ഷാ കവചങ്ങളും ഒക്കെ തകർന്നു തരിപ്പണമായി ഫലശൂന്യമായി മാറിയ ഒരു കാഴ്ചയാണ്. അയൺ ഡോം ഒക്കെ പോലെയുള്ള പലതും പൂർണ്ണമായും നിർവീര്യമായ അവസ്ഥ. അപ്പോ അങ്ങനെ പലതും അവരുടെ ബങ്കറുകൾ അവരെ സുരക്ഷിതമാക്കും, അവർക്ക് രക്ഷ നൽകും എന്നൊക്കെ കരുതിയിരുന്ന ആളുകളാണ്. പഴയ കാലത്ത് എന്ന് പറഞ്ഞ 1500 വർഷങ്ങൾക്ക് അപ്പുറത്ത് മദീനയിൽ ജീവിച്ചിരുന്ന യഹൂദര് പലപ്പോഴും വലിയ ആശ്രയമായി കണ്ടിരുന്നത് അവരുടെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള കോട്ടകളായിരുന്നു. ചുറ്റുപാടും വലിയ മതിൽക്കെട്ടുകളുള്ള അവരുടെ ആവാസ കേന്ദ്രങ്ങൾ. അപ്പൊ അവരുടെ ആവാസ കേന്ദ്രങ്ങൾ മാനിയാത്തുഹും ഹുസൂനുഹും മിനല്ലാ എന്ന് അവർ കരുതിയിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തങ്ങളുടെ വലിയ മതിൽക്കെട്ടുകളുള്ള കോട്ടകള് അള്ളാഹുവിൽ നിന്ന് അവരെ സംരക്ഷിക്കും എന്നാണ് അവര് കരുതിക്കൊണ്ടിരുന്നത്, അവര് സങ്കല്പിച്ചിരുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ നടപടിയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതാണ് കപ്പലുകള്, അയൺ ഡോം, കോട്ടകള്, ബങ്കറുകള് എന്നൊക്കെ കരുതുന്ന ഒരു സമൂഹം എന്തുമാത്രം വിഡ്ഢിത്തപരമായ വിധത്തിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കപ്പലിന്റെ കടലിൽ അള്ളാഹു കാറ്റിനെ നിയന്ത്രിച്ച്, അല്ലെങ്കിൽ കാറ്റിനെ നിശ്ചലമാക്കി ഈ കപ്പലിനെ പിടിച്ചു കെട്ടിയ പോലെ ആക്കുന്നു. ഇനി അതെല്ലാം അതിലെ സഞ്ചാരികളുടെ, അതിലെ കപ്പൽ തൊഴിലാളികളോ അതിന്റെ ഉടമകളോ സഞ്ചാരികളോ ഒക്കെ ആയ ആളുകള് അവരുടെ ദുഷ്ചെയ്തി കാരണമായിട്ട് അള്ളാഹു അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ആ അവസരം ഉപയോഗപ്പെടുത്തി അവര് കടലിൽ മുങ്ങി മരിക്കുന്ന വിധത്തിൽ അങ്ങനെ താഴ്ത്തിക്കളയുന്നു. മിക്ക കാര്യങ്ങളിലും, മിക്ക സന്ദർഭങ്ങളിലും, മിക്ക വിഷയങ്ങളിലും അവൻ വിട്ടുവീഴ്ച ചെയ്യുക. അത് അള്ളാഹു തുറന്ന് പറയുന്നുണ്ട്. വയഅഫു അൻ കസീർ, ഒട്ടേറെ സംഗതികൾ അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെയും അവരുടെ കർമ്മഫലമായിട്ട് അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവും. അങ്ങനെ കപ്പലുകള് സമുദ്രത്തിലേക്ക് അങ്ങ് ആണ്ടുപോകുന്ന അവസ്ഥ, അവരൊക്കെയും മുങ്ങി മരിക്കാൻ ഇടയാവുന്ന വിധത്തിൽ നശിപ്പിക്കപ്പെടുന്ന കാര്യം ഉണ്ടാവാം. അത്
ബിമാ കസബു എന്ന് തന്നെയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, അവരുടെ ചെയ്തികൾ കാരണമായിട്ട്. അപ്പൊ ഒരു മുസീബത്ത് ഉണ്ടായാൽ അത് അവരുടെ ചെയ്തികളുടെ ഫലമായിട്ട് തന്നെയാണ് എന്ന് മുകളിൽ പറഞ്ഞല്ലോ അള്ളാഹു. അപ്പോ അങ്ങനെ വല്ല നടപടിയും അള്ളാഹു ചെയ്തെന്നും വരാം. ഒന്നുകിൽ കാറ്റിന്റെ ചലനം ഇല്ലാതാക്കി കപ്പലിനെ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ പിടിച്ചിട്ട പോലെ അങ്ങനെ അത് നിശ്ചലമായി പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ ആളുകളുടെ കർമ്മഫലമായി കർമ്മദൂഷ്യം കാരണമായിട്ട് കപ്പലുകൾ കടലിൽ ആണ്ടുപോകുന്ന ഒരവസ്ഥ, വയാഫു അൻ കസീർ, ഇതൊക്കെ ഉണ്ടാവാം. അതേപോലെ തന്നെ പലരുടെയും വീഴ്ചകളെയും പോരായ്മകളെയും ധിക്കാരങ്ങളെയും ഒക്കെ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് അള്ളാഹു അവർക്ക് അവസരം നീട്ടിക്കൊടുക്കുന്ന കാര്യം, ഇതൊക്കെയും അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോ കപ്പൽ ഛേദം ഉണ്ടാകുമ്പോ, അങ്ങനെയാണ് പറയാം, കപ്പൽ ഛേദം എന്നാണ് പഴയ കാലത്തൊക്കെ പറയാറുണ്ടായത്, കപ്പല് കടലില് നശിച്ചു പോകുന്നതിന്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, ജീവിച്ചിരിപ്പുള്ളവര് അല്ലെങ്കിൽ അവരുടെ ആ മരണവെപ്രാളത്തിൽ തന്നെയും അവര് തിരിച്ചറിയും. വയാലമ അല്ലദീന യുജാദിലൂന ഫീ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ അവയുടെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹു നൽകിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി സത്യം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരുന്ന ആളുകൾ ആ മൊമെന്റിൽ തിരിച്ചറിയും എന്താണ് മാലഹും മിൻ മഹീസ്, അവർക്കൊരു രക്ഷാകേന്ദ്രവും ഇല്ല എന്ന കാര്യം. അവരെ ആ ദുരിതത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അഭയം നൽകുന്ന വിധത്തിലുള്ള ഒരു രക്ഷാകേന്ദ്രവും, കാരണം അത് അള്ളാഹുവാണ് അത് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ആ നടപടിയിൽ നിന്ന് അവർക്ക് ഒളിച്ചോടാനോ രക്ഷ നേടാൻ അഭയം തേടാനോ ഒരിടവും ഉണ്ടാവുകയില്ല. ഇത് ഫിറോൻ നേരത്തെ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയ ഘട്ടത്തിൽ ഇതേ കാര്യം തന്നെയാണ് കപ്പൽ ഛേദം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തിരിച്ചറിയുന്നത്. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട്, അവനെ ധിക്കരിച്ചുകൊണ്ട്, അവനോട് കൊമ്പ് കോർത്തുകൊണ്ട് ഒരാൾക്കും ഒരു രക്ഷാസങ്കേതത്തിലും എത്താൻ സാധ്യമല്ല. സാധാരണഗതിയിൽ ആലോചിച്ചാല് കടലിന്റെ ഉപരിതലത്തില് വെള്ളത്തിനടിയിലേക്ക് ആണ്ടുപോകാതെ നിൽക്കാൻ സാധ്യതയില്ലാത്തതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന സംഗതികള്, കോടിക്കണക്കിന് കിലോഗ്രാം തൂക്കമുള്ള ആ സംഗതികളൊക്കെ, ഭാരമുള്ള ആ ചരക്കുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കെ തന്നെ യാതൊരു പ്രശ്നവുമില്ലാതെ കടലിന്റെ ഉപരിതലത്തിലൂടെ കപ്പൽ സഞ്ചരിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ല. കാറ്റിനെ പിടിച്ചു കെട്ടാനും കപ്പല് നിശ്ചലമാകാനും അത് മുങ്ങിപ്പോകാനും ഒക്കെയാണ് എങ്കിൽ അവന്റെ നടപടി നടപ്പിലാകുമ്പോ ഈ ആളുകള് ഇതുവരെ അള്ളാഹുവിനെ ഗൗനിക്കാതെ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് ഒക്കെ മുന്നോട്ട് പോയിരുന്ന ആളുകൾ കണ്ണു തുറക്കുകയാണ്. അവര് തിരിച്ചറിയുന്നു, അവര് തിരിച്ചറിയുന്ന ഒരു കാര്യം, അല്ലദീന യുജാദിലൂന ഫീ ആയാത്തിന, നമ്മുടെ ആയാത്തുകളുടെ കാര്യത്തില് ഹൃദയപൂർവ്വം അവയെ സ്വീകരിക്കുന്നതിന് പകരം തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, മാലഹും മിൻ മഹീസ്, അവർക്കൊരു രക്ഷാകേന്ദ്രവും ഇല്ല കേട്ടോ എന്ന കാര്യം ആ ഒരു സന്ദർഭത്തിലാണ് അവർ തിരിച്ചറിയുക. ഇതാണ് അള്ളാഹു ഈ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ മെറ്റഫറിന്റെ വിവരണത്തിൽ തുറന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഒരു ഉപമ, ഒരു പാഠം ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന വിധത്തില് കാര്യങ്ങളെ വ്യക്തമാക്കിക്കൊണ്ടാണ് അവസാനിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു ഉപമയും കേവലം ഒരു അലങ്കാരം എന്ന നിലക്ക് ഉപയോഗിച്ച് കാണാൻ കഴിയില്ല. അതിലൊക്കെയും വായനക്കാരന്, ഖുർആൻ തിലാവത്ത് ചെയ്യുന്നവർക്ക് വലിയൊരു പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു കാര്യങ്ങൾ വ്യക്തമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും അങ്ങനെയാണ്. കപ്പലിന്റെ കാര്യത്തിലും വലിയ പർവ്വത സമാനമായി കാണപ്പെടുന്ന കപ്പല് വലിയൊരു ദൃഷ്ടാന്തമാണ്. പക്ഷേ എത്ര ഡെലിക്കേറ്റ് ആണ് അതിന്റെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. വലിയ ഭാരമുള്ള പലതും അതിലുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ലാതെ കപ്പൽ സമുദ്രത്തിന്റെ ഉപരിതലത്തിലൂടെ നീങ്ങും. എന്നാൽ അതേ കപ്പല് തന്നെ അള്ളാഹുവിന്റെ നടപടിക്രമം ഉണ്ടാകുമ്പോൾ കാറ്റ് നിശ്ചലമാവുകയും കപ്പൽ പിടിച്ചു കെട്ടിയ പോലെ ആവുകയോ അല്ലെങ്കിൽ
വെള്ളത്തിനടിയിലേക്ക് അണ്ടുപോവുകയോ അതിലെ സഞ്ചാരികൾ മുഴുവനും മരിച്ചു പോവുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ അള്ളാഹുവിന്റെ മൽജ അല്ലാതെ, മഹീസ് അല്ലാതെ മറ്റൊരു രക്ഷാകേന്ദ്രവും ഇല്ല എന്ന കാര്യം അവര് കണ്ണു തുറക്കുന്നവരായിക്കൊണ്ട് ആ മൊമെന്റിൽ തിരിച്ചറിയുകയും ചെയ്യും. അതുവരെ അവര് തർക്കത്തിലായിരിക്കും. പക്ഷെ ആ ഒരു നിമിഷം അവർക്ക് ബോധ്യപ്പെടും, മഹീസ് ഉണ്ട്, പക്ഷെ അത് അള്ളാഹു തന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം അവർക്ക് മനസ്സിലാവും. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.